ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഞാനൊരു പുതിയൊരു സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. സ്മാർട്ട് ഫോണിൽ എങ്ങനെ ഡിസൈനിങ് പഠിക്കാം. നിങ്ങൾക്കറിയാം, നല്ല വില കൂടിയ ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണയായിട്ട് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ പോലുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും നല്ല രീതിയിൽ ഡിസൈനുകൾ ചെയ്യാൻ പറ്റും. പോസ്റ്ററുകൾ, ലോഗോ, ബ്രൗഷർ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സീരീസിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡുകളായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിക്സൽ ലാബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്താണ് പിക്സൽ ലാബ് എന്നറിയണം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് അറിവ് വേണം. സോ പിക്സൽ ലാബ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. പിക്സൽ ലാബ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അറിയേണ്ടത് ഇതൊരു ആൻഡ്രോയിഡ് ഡിസൈനിങ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതിൽ ടെക്സ്റ്റ്, ഇമേജസ്, സ്റ്റിക്കേഴ്സ്, എഫക്റ്റുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജിലോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലോ, ക്യാൻവാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന പ്രതലത്തെയാണ്, അതായത് ഈ സ്ക്വയറിൽ കാണുന്ന ഏരിയയാണ് ക്യാൻവാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ ചിത്രം വരയ്ക്കണമെങ്കിൽ ആ പേപ്പറാണ് അവിടെ ക്യാൻവാസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ചുമരിലാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ചുമരാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഈ ഡിജിറ്റൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാണുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ ക്യാൻവാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്യാൻവാസിൽ ടെക്സ്റ്റ്, ഇമേജ്, സ്റ്റിക്കേഴ്സ്, എഫക്റ്റ് എന്നിവ ഒരു ഇമേജിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവാസിലോ ആഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈനിങ് ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ്. അപ്പോൾ ഇമേജ്, ടെക്സ്റ്റ്, സ്റ്റിക്കർ, എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് വിഷ്വൽ കോണ്ടന്റ് ആണ്. വിഷ്വൽ കോണ്ടന്റ് അല്ലെങ്കിൽ വിഷ്വൽ എലമെന്റ്, ഗ്രാഫിക് എലമെന്റ് എന്നൊക്കെ ഡിസൈനേഴ്സിൻ്റെ ഭാഷയിൽ പറയും. അപ്പോൾ ഈ എലമെന്റ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്താൽ ഡിസൈൻ ആവോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുമോ? നമുക്ക് ഒരിക്കലുമില്ല. അതായത് ഈ പറയുന്ന ടെക്സ്റ്റോ, ഇമേജസോ, സ്റ്റിക്കേഴ്സോ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം ഒരു നല്ലൊരു ഡിസൈനായിട്ട് നമുക്കൊരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല. അങ്ങനെ നല്ലൊരു ഡിസൈൻ ആവണമെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഡാറ്റാസ് ഓഡിയൻസിലേക്ക് എത്തിക്കണം. സാധാരണയായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്രൗഷർ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, എനിക്കൊരു കമ്പനി ഉണ്ട്, അതിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് ആണെന്ന് വിചാരിക്കാം, ഒരു ടൂത്ത് പേസ്റ്റ്. എൻ്റെ ഓഡിയൻസിലേക്ക് എൻ്റെ പ്രൊഡക്റ്റ് എത്തിക്കണം. ഞാൻ കുറച്ച് ഡാറ്റാസ് ഓഡിയൻസിന് കൊടുക്കണം. അപ്പം ഞാനൊരു ഡിസൈനറെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാണ്, എനിക്കൊരു ടൂത്ത് പേസ്റ്റ് എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, സോ അതിന് ഇന്ന ഒരു കളർ ആയിരിക്കണം കൊടുക്കേണ്ടത്, ഒരു കളർ പല്ലറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ഓഡിയൻസ് ഇത്തരത്തിലുള്ള ഓഡിയൻസ് ആണ്, ഒരു മീഡിയം ലെവൽ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പോൾ എൻ്റെ പ്രൈസ് റേഞ്ച് അത്തരത്തിലുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും എൻ്റെ ടൂത്ത് പേസ്റ്റിന് ഞാൻ കൊടുക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കണം. കൂടുതലും ആ ടൂത്ത് പേസ്റ്റ് നമ്മൾ എത്തിക്കേണ്ടത് കുട്ടികളിലേക്കാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡാറ്റാസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ആ ടൂത്ത് പേസ്റ്റിൻ്റെ പേര്, ടൈപ്പോഗ്രഫി ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ ഒരു ഡിസൈനർ കറക്റ്റായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യും. അപ്പോൾ ആ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ഞാൻ വിഷ്വൽ എലമെൻറ്റുകൾ യൂസ് ചെയ്യും. വിഷ്വൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രാഫിക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റുകൾ, ഇമേജുകൾ, സ്റ്റിക്കറുകൾ, എഫക്റ്റുകൾ ഒക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കും. അപ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ഡിസൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നാളെ എൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങാൻ വരുന്നൊരു വ്യക്തി ആ ഡിസൈൻ കണ്ട് അട്രാക്റ്റീവ് അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നിക്കൊണ്ട് ആ പ്രൊഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ അതിലൊരു സക്സസ് ഉണ്ടാവുള്ളൂ ആ ഡിസൈനിൽ. കാരണം അട്രാക്റ്റീവ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. ആ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ അതിലുള്ള സബ്ജക്ട്സ് പെട്ടെന്ന് മനസ്സിലാവണം, റീഡബിലിറ്റി ഉണ്ടാവണം. അതായത് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് കറക്റ്റായിട്ട്
വായിക്കാൻ പറ്റണം. ഇപ്പം നമ്മളൊരു കോൾഗേറ്റിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ലേബലോ കവർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ കോൾഗേറ്റ് എന്നാണ് വായിക്കുക. കാരണം ആ വായിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് നമ്മളുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച ആദ്യം പതിക്കുന്ന ഒരു സ്പേസിലാണ് വെച്ചിട്ടുള്ളത്. അത് ആ ഡിസൈനർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആ ഡിസൈനറുടെ കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ തിയറി അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഡിസൈനിങ്ങിന് ഒരുപാട് തിയറീസ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടെക്സ്റ്റസോ ഇമേജോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സോ എഫക്റ്റുകളോ ഷേപ്പുകളോ വാരി വലിച്ചു കിട്ടാൽ ഒരു നല്ലൊരു ഡിസൈൻ ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നന്നായി മനസ്സിലാക്കുക. ആദ്യം ബേസിക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കുക, അതിൻ്റെ ടൂൾസ് മനസ്സിലാക്കുക. അതായത് നമ്മളെ ഡിസൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എളുപ്പമാക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടി വേഗതയിലാക്കാനും ആപ്ലിക്കേഷൻസ് അറിയാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഓരോ എപ്പിസോഡുകളായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെയാണ് ടെക്സ്റ്റസ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ ഈ ഒരു വീഡിയോക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് അവസാനിക്കുന്നതോടു കൂടി നിങ്ങൾ നല്ലൊരു ഡിസൈനറായി മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിനി ഈ ഒരു ആപ്ലിക്കേഷനിലെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് ടോപ്പ് ബാർ നോക്കാം. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ബാർ, അതിനെ ക്വിക്ക് ആക്ഷൻ ബാർ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം, ഇപ്പം ഞാൻ ഈ സ്ലൈഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനെയും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാൻവാസിനെയും കൂടിയിട്ട് പ്രിവ്യൂ ഏരിയ എന്നാണ് പറയുക. അതായത് ഷേപ്പ്, ടെക്സ്റ്റ്, എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നതും ആഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് ഇതിനെ പ്രിവ്യൂ ഏരിയ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഈ ബോട്ടം സൈഡിൽ, അതായത് ഈ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതിനെ ടൂൾ ബാർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടൂൾ ബോക്സ് എന്ന് വിളിക്കാം. നമുക്കിവിടെ ഒരുപാട് ഐക്കൺസ് കാണാം അല്ലേ. ഓരോ ഐക്കൺസും ഓരോ പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ്. ആദ്യത്തെ ഐക്കൺ പ്രീസെറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രീസെറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രീസെറ്റുകളും ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ്സ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ പ്രീസെറ്റ് പുതിയതായിട്ട് ആഡ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് സേവ് ചെയ്തിടാം പുതിയ പ്രീസെറ്റ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കർ ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനും കളർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ഇൻ്റർഫേസിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് പറയാം, ഓരോന്ന് കറക്റ്റായിട്ട് പരിചയപ്പെടാം. അപ്പോൾ മുകളിലുള്ള ബാറിനെ നമ്മൾ പറഞ്ഞു ക്വിക്ക് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ക്വിക്ക് ആക്ഷൻ ബാർ? പേര് പോലെ തന്നെ പെട്ടെന്ന് ആക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാർ അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ടൊരു പെൻസിലിൻ്റെ ഒരു ഐക്കൺ കാണാം അല്ലേ. ഇതിനെ എഡിറ്റ് എന്നാണ് പറയുക സാധാരണ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഞാൻ ടെക്സ്റ്റ് ആണല്ലോ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ സെലക്ഷൻ കളഞ്ഞു ടെക്സ്റ്റിൻ്റെ, അപ്പോൾ കണ്ടോ അവിടെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മാത്രമേ കാണിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഞാൻ സെലക്ഷൻ കൊടുക്കുമ്പോഴാണ് അവിടെ എഡിറ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ആക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ആദ്യം തന്നെ പ്ലസിൻ്റെ ഐക്കൺ. അപ്പോൾ നമുക്ക് കാണാം ആദ്യം തന്നെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം. ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് കീബോർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഞാൻ ഡണ്ണ് കൊടുക്കുകയാണ്, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് വിരൽ കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും വയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 ആങ്കർ പോയിന്റ്സ് കാണാം. അത് പിടിച്ച് നമുക്കിത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. കണ്ടോ ഈ സൈഡിലുള്ള ഈ ഒരു കർവ് കണ്ടോ, അത് പിടിച്ചിട്ട് ഇതിങ്ങനെ ലെഫ്റ്റ് ഓർ റൈറ്റ് നീക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
പിന്നുള്ള ഓപ്ഷൻസ് നോക്കാം. ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നു, കോപ്പി ചെയ്ത് വന്നു. ഞാനത് സെലക്ട് ചെയ്യാണ്. നെക്സ്റ്റ് ഓപ്ഷൻ രണ്ട് ടീയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. ആ ഫോണ്ടിൻ്റെ സൈസ് കണ്ടോ ഞാൻ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് അത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം പൊസിഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കർവ് യൂസ് ചെയ്തിട്ടും റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്താൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ആംഗിൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ മാനുവലായിട്ട് കൈ കൊണ്ട് ഈ ഒരു ആങ്കറിൽ പിടിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലസ് ഐക്കൺ വെച്ചിട്ടോ ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടോ കറക്റ്റായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇവിടെ പൊസിഷൻ, നമുക്ക് പൊസിഷൻസ് അറേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മളെ ബോർഡറിനോട് ചേർന്നിട്ടുള്ള പൊസിഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസ്. കണ്ടോ ആ ബോർഡറിനോട് ചേർന്നിട്ട് സെൻറ്റർ ലെഫ്റ്റ് അലൈൻ ചെയ്യാനും കണ്ടോ റൈറ്റ് അലൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഓപ്ഷനാണത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കളറ്, അതായത് നമ്മുടെ ഫോണ്ടിന് കളേഴ്സ് മാറ്റി കൊടുക്കാം. നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഗ്രേഡിയൻ കളർ യൂസ് ചെയ്യാം. അതായത് ഒന്നിലധികം കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഓപ്ഷനാണ്. പിന്നുള്ള ഓപ്ഷൻ ടു ഫ്രണ്ട് ടു ബാക്ക് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ഞാനിപ്പോൾ മാറ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കിട്ടോ. ഇനി ഞാനിത് നോക്കിയാൽ ഈ ടെക്സ്റ്റിൻ്റെ മുകളിലാണല്ലോ കിടക്കുന്നത്. ഈ വൈറ്റ് ടെക്സ്റ്റിൻ്റെ മുകളിലാണ് ഈ ബ്ലാക്ക് കിടക്കുന്നത്. എനിക്കിതിനെ താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ എഡിറ്റിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു ഐക്കൺ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്യാം. ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ക്ലിക്ക് ചെയ്താൽ കണ്ടോ അത് ബാക്കിലോട്ട് പോയി ആ വൈറ്റ് ടെക്സ്റ്റ് മുമ്പിലോട്ട് വന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ ഏതെങ്കിലും ടെക്സ്റ്റ്, ഇപ്പോൾ ഞാൻ ഈ വൈറ്റ് ടെക്സ്റ്റ് മുമ്പോട്ടാണ് നിൽക്കുന്നത്, ബ്ലാക്ക് അടിയിലുമാണ്. ഇപ്പോൾ ബ്ലാക്കിന് ഒന്നുകൂടി എനിക്ക് മുകളിലോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. ആ ബ്ലാക്ക് ടെക്സ്റ്റ് എനിക്ക് മുകളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ബ്ലാക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ആദ്യം. എന്നിട്ട് ഇവിടെ ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുക. കണ്ടോ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് ആ ക്വിക്ക് ആക്ഷൻസിൽ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഒരു കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്, ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ പോലെ. ഓക്കെ കൊടുത്താൽ ഡിലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഈ കാണുന്ന സൈഡിലുള്ള ഈ ഓപ്ഷൻസ് ഒന്ന് അൺഡു ചെയ്യാൻ, അതായത് ബാക്ക്വേർഡ് പോകാനുള്ള ഓപ്ഷനാണ്. കണ്ടോ ബാക്കോട്ട് നമ്മൾ ഈ ചെയ്ത പ്രോസസ്സൊക്കെ ബാക്ക്വേർഡ് വരാനുള്ള ഓപ്ഷനാണ്. ന്യൂ ടെക്സ്റ്റിലേക്ക് എത്തി, ആദ്യം ഉണ്ടായിരുന്ന ഓപ്ഷനിലേക്ക് എത്തി, ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഒരു സൂമിൻ്റെ ഐക്കൺ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതാ ക്ലിക്ക് ചെയ്തു ഞാൻ. അപ്പോൾ 100% സൂമിലാണ് എടുക്കുന്നത്. എനിക്ക് രണ്ട് വിരലുകൾ ഉപയോഗിച്ചത് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സൂം ചെയ്ത ആ ബട്ടൺ ഓഫ് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇനി നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ എഡിറ്റ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ ആ ടെക്സ്റ്റിനെ. നമുക്ക് ആ ക്യാൻവാസ് സൂം ഔട്ട് ചെയ്യാനും സൂം ചെയ്യാനൊന്നും നമുക്ക് അവിടെ പറ്റില്ല. വീണ്ടും ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് സൂം ഔട്ട് ചെയ്യാനും സൂം ചെയ്യാനൊക്കെ പറ്റുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്രിഡിൻ്റെ ഓപ്ഷനാണ്. ഗ്രിഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂൾ ഓഫ് തേർഡൊക്കെ യൂസ് ചെയ്തിട്ട് റൂളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റേഴ്സൊക്കെ ചെയ്യാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കോൾഗേറ്റിൻ്റെ ഒരു ലാബലിൽ നമുക്ക് ആ കോൾഗേറ്റിൻ്റെ ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ നെയിം അറേഞ്ച് ചെയ്യണം. അപ്പോൾ റൂൾ ഓഫ് തേർഡ് അനുസരിച്ച് ആ നെയിം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് റീഡബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ വായിക്കാൻ പറ്റും. അതിനനുസരിച്ച് റൂൾ ഓഫ് തേർഡ് അനുസരിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉള്ളൊരു നിയമമാണ് റൂൾ ഓഫ് തേർഡ്. കോമ്പോസിഷൻ തിയറി അല്ലെങ്കിൽ കോമ്പോസിഷൻ റൂൾ എന്നാണ് അതിനെ പറയാം. റൂൾ ഓഫ് തേർഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഗ്രിഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഗ്രിഡിൻ്റെ സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് എണ്ണം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഗ്രിഡിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇവിടെ വെർട്ടിക്കൽ ലൈൻസ് 3 എടുക്കുന്നത്. 2 ഞാൻ കൊടുക്കുകയാണ്, നെക്സ്റ്റ് 2 കൊടുക്കുകയാണ്. അപ്പോൾ 2 അതായത് വെർട്ടിക്കൽ 2 വെർട്ടിക്കൽ ലൈനും 2 ഹൊറിസോണ്ടൽ ലൈനും ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഒരു 9 ഭാഗമായിട്ട് വിഭജിച്ചിട്ടുള്ളൊരു ഗ്രിഡാണ് വന്നിട്ടുള്ളത്. ഈ ഗ്രിഡിനെ നമുക്ക് തേർഡ് റൂൾ അല്ലെങ്കിൽ റൂൾ ഓഫ് തേർഡ് എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് പോർട്രേറ്റ് വരയ്ക്കാം, നമുക്ക് ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്, ഡിസൈൻ ചെയ്യുമ്പോൾ കോണ്ടന്റിനെ അറേഞ്ച് ചെയ്യുന്ന ഈ പറയുന്ന ഗ്രാഫിക് എലമെൻറ്റിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ലെയർ.
ബോക്സ് ആണ്. ലെയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ടെക്സ്റ്റ് മാത്രമാണല്ലോ നമ്മൾ ക്യാൻവാസിലുള്ളത്, അതുകൊണ്ട് ആ ടെക്സ്റ്റിൻ്റെ ലെയർ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഇത് ഇങ്ങനെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇൻഡിക്കേറ്ററാണ്, ഹൈഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. അതുപോലെ ലോക്ക് ചെയ്തിടാം, നമുക്ക് ഡിലീറ്റ് ആയൊന്നും ആക്സിഡൻറ്റ് ഡിലീറ്റ് ആയിട്ടൊന്നും പോകില്ല ലോക്ക് ചെയ്തിട്ടാൽ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കണ്ടൻറ്റൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കുക, ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സൂം ചെയ്തൊക്കെ ഇങ്ങനെ കൈ തട്ടിയിട്ടൊക്കെ നീങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നീങ്ങാതിരിക്കാനൊക്കെ നമുക്ക് ആ ഒരു ലെയർ പാനൽ എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പം ഡിലീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നേരത്തെ ആ ക്വിക്ക് ആക്ഷനിൽ കണ്ട ഓപ്ഷൻസ് ഇവിടെയുണ്ട്. മനസ്സിലായത്? നമുക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു കണ്ടൻറ്റിന് മാത്രം എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പം ഞാൻ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴെ പുതിയ ലെയറായിട്ട് വരും. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ലെയറിൽ വന്നിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. കണ്ടോ? ഇതിനെ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാനും പറ്റും. പിന്നെ ഒരു പ്ലസ് ഐക്കണാണുള്ളത്. പ്ലസ് ഐക്കൺ എന്തിനാണ്? പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഷേപ്സ് ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ ഗാലറിയിൽ നിന്ന് ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതിനൊക്കെ ഉള്ള ഓപ്ഷനാണ്. ഓക്കെ, അതായത് നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങൾ ക്വിക്കായിട്ട് എടുക്കാനുള്ള ഓപ്ഷനാണ്. ആ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ സൈഡിൽ ബോട്ടം സൈഡിലുള്ളത്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ കണ്ടോ, ടെക്സ്റ്റ് വന്നു, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കറണ്ട് ഡേറ്റ് വന്നിട്ടുണ്ട്, ഡേറ്റ് ആഡ് ചെയ്യാം. പിന്നെ സ്റ്റിക്കർ കണ്ടോ, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഇവിടെ പ്രിവ്യൂ ഓപ്ഷനിൽ സ്റ്റിക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷേപ്സ്, നിങ്ങൾക്ക് ഷേപ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തൊക്കെ ഷേപ്സ് ഉണ്ടാവും. സർക്കിള്, സ്റ്റാർ, റെക്റ്റാങ്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാം. പിന്നെ വരയ്ക്കണമെങ്കിൽ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. പെൻ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സ്മൂത്ത് പെൻ സൈസ് കുറച്ച് വരയ്ക്കാം, കൂട്ടി വരയ്ക്കാം. കളർ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, പുതിയ കളേഴ്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇത്ര ഓപ്ഷൻസാണ് ആ പ്ലസ് ഐക്കണിലുള്ളത്. പിന്നെ സേവ് ചെയ്യുക, നിങ്ങൾക്കറിയാലോ ഒരു പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യണോ ഇമേജായിട്ട് സേവ് ചെയ്യണോ. പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്താൽ പിന്നീട് നമുക്ക് എടുത്ത് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഇമേജായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇമേജായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് ഫോർമാറ്റ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജ് വേണോ, PNG വേണോ. PNG മാത്രമേ ഇവിടെ ഫോർമാറ്റ് കൊടുത്തുള്ളൂ, JPEG ഒന്നുമില്ല, PNG ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ക്വാളിറ്റി നമുക്ക് ഡീഫോൾട്ടായിട്ട് ഹൈ ക്വാളിറ്റി, അൾട്രാ ക്വാളിറ്റി. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ പോസ്റ്റേഴ്സൊക്കെ സേവ് ചെയ്തെടുക്കാൻ പറ്റും, മറ്റ് ആപ്ലിക്കേഷൻസ് പോലെയല്ല. എന്നിട്ട് ഷെയർ കൊടുക്കുക അല്ലെങ്കിൽ സേവ് ടു ഗാലറി കൊടുത്താൽ അത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഷെയർ ഓപ്ഷൻസ് ഉണ്ട്, അതിലും ആ സേവ് ചെയ്യുന്ന ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ കോഡ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് കോഡ്സ് നിങ്ങൾക്കറിയാലോ, മോട്ടിവേഷൻ കോട്ടുകൾ, ഫ്രണ്ട്ഷിപ്പ് കോട്ടുകൾ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ്സ് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വിക്ക് ആക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം, ടോപ്പ് കാണുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഏരിയയിലെ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഈ ബോട്ടൺ പോർഷനിലുള്ള ടൂൾ ബോക്സിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കാരണം നമ്മൾ ഒരുമിച്ചെല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗം വിശദീകരിച്ച് തന്നെ പറഞ്ഞു തരണം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ട് എങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. നല്ല പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാനും ലോഗോസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻസ് ആണ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യണോ മനസ്സിലാക്കാൻ പറ്റുന്നത് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കമൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ വിടരുത്. കാരണം മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. എന്നാലേ വീഡിയോ യൂട്യൂബ് കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് സജഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. കാരണം ഒരുപാട് പേര് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഈ ടൂൾ ബോക്സിലെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.